ഹലോ ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് കൊഞ്ഞുക്ടീസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ കൊഞ്ഞുക്ടീസ് വൈ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന 3 പ്ലേസസിലായിരിക്കും. അതായത് ഒന്ന് ഹോഫ്ലിഷ് ബീറ്റൻ, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഫോമുലേറിയൻ. അതായത് ഭയങ്കര പൊളൈറ്റായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനും, അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നമ്മൾക്ക് കൊഞ്ഞുക്ടീസ് വൈ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്യാൻ യു പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് അല്ലേ, ക്യാൻ യു പ്ലീസ് അല്ലേ. അതിനേക്കാൾ പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ കുഡ് യു പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ കുഡ് യു അല്ലേ. ആ കുഡ് യു ചോദിക്കുന്ന വേ ഓഫ് ഫോർമാറ്റ് ആണ് നമ്മൾ കൊഞ്ഞുക്ടീസ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, കുഡ് യു ഡു ദാറ്റ് ഫോർ മീ, അത് എനിക്ക് വേണ്ടി ചെയ്യാമോ എന്നൊക്കെ ഉള്ള. അതുപോലെ സെക്കൻഡ് നമുക്ക് പറയുന്നത് റാറ്റ്സ്ലേഗി അല്ലെങ്കിൽ ഫോഷ്ലേഗി സുഗേബൻ, അതായത് അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കാനും നമ്മൾ കൊഞ്ഞുക്ടീസ് വൈ യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇറിയാലെ വിൻഷ് ഓർഡർ ഔസാഗൻ ഓർഡർ ഫെർമ്യൂട്ടിങ്ങൻ സുഡ്രിക്കൻ, അതായത് അൺറിയൽ ആയിട്ടുള്ള വിഷ്, ഒരു റിയലിസ്റ്റിക് അല്ലാത്ത ഒരു വിഷ് പറയാനും. അതുപോലെ എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് എനിക്കൊരു പ്രധാനമന്ത്രി ആവണം എന്നൊക്കെ പറയുന്നത് ഒരു റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു വേറെ വിഷാണല്ലേ, റിയൽ ആയിട്ട് നടക്കുകയില്ല എന്നുള്ളൊരു വിഷാണ് പറയുന്നത്, അൺറിയൽ ആയിട്ടുള്ളൊരു വിഷ്. അതുപോലെ തന്നെ ടു പോയിന്റ് ഔട്ട് തിങ്സ് ഓർ ടു എക്സ്പ്രസ് തിങ്സ് ദാറ്റ് ആർ നോട്ട് ഷുവർ, ഒരു 100% ഷുവർ അല്ലാത്തൊരു കാര്യം പറയാനോ അല്ലെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യാനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും, അതായത് കൊഞ്ഞുക്ടീസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഹാഫ്ലിഷ് ബിറ്റൻ, പൊളൈറ്റായിട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അല്ലെങ്കിൽ അഡ്വൈസും സജഷൻസും ഒക്കെ കൊടുക്കാൻ. അതുപോലെ തന്നെ റിയാലിറ്റിയിൽ നിന്നും ഒരു ബന്ധമില്ലാത്തൊരു വിഷ് പറയാൻ. അതുപോലെ സജഷൻസ് കൊടുക്കുക, സജഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു 100% ഷുവർ അല്ലാത്തൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പറയാനൊക്കെ, എക്സ്പ്രസ് ചെയ്യാനൊക്കെ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയോ, സൈൻ എന്നുള്ളത് പ്രത്യയത്തിൽ വാർ എന്നാവും, അത് കൊഞ്ഞുക്ടീസ് വൈയിലേക്ക് ആകുമ്പോൾ വേരെ എന്നാവും, വേരെ. ഓക്കെ, അപ്പോൾ വേർ എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് വരിക. വേർ, ഐ വേർ എന്നൊക്കെ പറയും. ഇഷ് വേരെ എന്ന് പറഞ്ഞാൽ ഐ വേർ, ഡു വേർസ്റ്റ് യു വേർ, എർസിയസ് വേരെ ഹി വേർ ഷീ വേർ ഇറ്റ് വേർ എന്നൊക്കെ പറയാം. വി ആർ വേരൻ ഇയർ വേറ്റ് സി വേരൻ. ഓക്കെ, പിന്നെയുള്ള ഹാബൻ എന്നുള്ളത് പ്രത്യയത്തിൽ ഹാറ്റെ ആവും, അത് കൊഞ്ഞുക്ടീസ് വൈയിലേക്ക് വരുമ്പോൾ ഹേറ്റെ എന്നുള്ള, വുഡ് ഹാവ് എന്നുള്ള ഹേറ്റ്. ഇഷ് ഹേറ്റെ, ഡു ഹേറ്റസ്റ്റ്, എർസിയസ് ഹേറ്റെ, വിയർ ഹേറ്റൻ, ഇയർ ഹേറ്റഡ്, സി ഹേറ്റഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യയറ്റുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്, ഒറ്റ ചേഞ്ചേ വരുന്നുള്ളൂ. ഇവിടെ കൊഞ്ഞുക്ടീസ് വൈ വരുമ്പോൾ എല്ലാത്തിനും ഉംലൗട്ട്സ് വരും, പ്രത്യയത്തിൽ ഉംലൗട്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ വേർഡൻ എന്നാൽ വുർഡെ ആണ്, അത് കൊഞ്ഞുക്ടീസ് വൈയിലേക്ക് വുർഡെ എന്നാവും. വുർഡെ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഓർഡറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൊളൈറ്റായിട്ട് വുഡ് യു എന്നൊക്കെ ഉള്ളതെന്ന് വേണമെങ്കിൽ വുഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഐ വുഡ് ഹാവ് എന്നൊക്കെ ഉള്ള പറയുമ്പോൾ ഹേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ് വുഡ് ഗെർനെ ഐൻ ഐസ് കൗഫിൻ എന്നൊക്കെ പറയാം അല്ലേ, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഐസ്ക്രീം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇഷ് വുഡ്, ഡു വുഡസ്റ്റ്, എർസിയസ് വുഡ്, വിയർ വുഡൻ, ഇയർ വുഡഡ്, സി വുഡൻ. അതുപോലെ തന്നെ മൊഡാൽ വെർബുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യൊൻ എന്നുള്ളത് പ്രത്യയത്തിൽ കൊൻറ്റെ, അത് കൊഞ്ഞുക്ടീസ് വൈയിലേക്ക് വരുമ്പോൾ ക്യൊൻറ്റെ, ഉംലൗട്ട് വരും അല്ലേ. ഇവിടെ കണ്ടു, ഇവിടെ എല്ലാത്തിനും ഉംലൗട്ട് ഉണ്ട്. ഇഷ് ക്യൊൻറ്റെ, ഡു ക്യൊൻറ്റസ്റ്റ്, എർസിയസ് ക്യൊൻറ്റെ, വിയർ ക്യൊൻറ്റൻ, ഇയർ ക്യൊൻറ്റൻ, സി ക്യൊൻറ്റൻ. കുഡ് ഹാവ് എന്നുള്ള മീനിങ്ങിൽ വരും. അടുത്ത ഡുർഫിൻ എന്നുള്ളത് ഡുർഫ്റ്റെ, അത് പ്രത്യേകിച്ച് കൊഞ്ഞുക്ടീസ് വൈയിലേക്ക് വരുമ്പം ഡുർഫ്റ്റെ ഉംലൗട്ട് വേണം. ഐ മൈറ്റ് ഹാവ് എന്നുള്ള മീനിങ്ങിൽ. അപ്പോൾ ഐ മൈറ്റ് എന്നുള്ള, അപ്പോൾ ഇഷ് ഡുർഫ്റ്റെ, ഡു ഡുർഫ്റ്റസ്റ്റ്, എർസിയസ് ഡുർഫ്റ്റെ, വിയർ ഡുർഫ്റ്റൻ, ഇയർ ഡുർഫ്റ്റഡ്, സി ഡുർഫ്റ്റൻ. പ്രത്യയറ്റുമായിട്ട് സിമിലാരിറ്റിയാണ്, ജസ്റ്റ് ഉംലൗട്ടിൻ്റെ കേസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ മിസ്സിൻ എന്നുള്ളതാണെങ്കിലും മിസ്റ്റേ എന്നായി, അത് കൊഞ്ഞുക്ടീസ് വൈയിൽ മിസ്റ്റേ, വുഡ് ഹാവ് ടു. ഇഷ് മിസ്റ്റേ, ഡു മിസ്റ്റസ്റ്റ്, എർസിയസ് മിസ്റ്റേ, വിയർ മിസ്റ്റിൻ, ഇയർ മിസ്റ്റഡ്, സി മിസ്റ്റിൻ. അതുപോലെ അടുത്താണ് മ്യോഗൻ എന്നുള്ളത് പ്രത്യയത്തിൽ മ്യോക്ഷ്ടെ, ഇവിടെ വരുമ്പോൾ അത് മ്യോക്ഷ്ടെ. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഏവൻ്റെ മൊഡാൽ വെർബ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മ്യോക്ഷ്ടൻ എന്നുള്ളത് മ്യോഗൻ്റെ കൊഞ്ഞുക്ടീസ് വൈ ഫോമാണെന്ന്. അന്ന് പഠിച്ച അതേ ഫോമാണ് ഇത് വരുന്നത്, ആ സെയിം സംഭവമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, മ്യോഗൻ്റെ കൊഞ്ഞുക്ടീസ് വൈ ആണ് മ്യോക്ഷ്ടൻ. ആ ഒരു ഇതാണ് ഇഷ് മ്യോക്ഷ്ടെ, ഡു മ്യോക്ഷ്ടസ്റ്റ്, എർസിയസ് മ്യോക്ഷ്ടെ, വിയർ മ്യോക്ഷ്ടൻ, ഇയർ മ്യോക്ഷ്ടഡ്, സി മ്യോക്ഷ്ടൻ എന്ന് വരുന്നത്. ഓക്കെ, അടുത്ത സോളൻ എന്നുള്ളത് സോൾട്ടെ, അത് സോൾട്ടെ എന്ന് തന്നെയായിരിക്കും, കാരണം നമുക്ക് ഇതിന് ഉംലൗട്ട് വരുന്നില്ല. സോൾട്ടിനും വോളനും ഒക്കെ ഉംലൗട്ട്സ് ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഇഷ് സോൾട്ട് പ്രട്ടേറ്റം പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇഷ് സോൾട്ട്, ഡു സോൾട്ടസ്റ്റ്, ആസ് എ സോൾട്ട്, വി ആർ സോൾട്ടിൻ, യു ആർ സോൾട്ടഡ്, സി സി സോൾട്ടിൻ. പിന്നെ വരുന്നത് വോളൻ. വോളൻ എന്നുള്ളത് വോൾട്ടെ എന്നാവും. അതും സെയിം. വോൾട്ടെ, ഇഷ് വോൾട്ടെ, ഡു വോൾട്ടസ്റ്റ്, ആസ് എസ് വോൾട്ടെ, വി ആർ വോൾട്ടൻ, യു ആർ വോൾട്ടഡ്, സി സി വോൾട്ടൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. കുഡ് യു പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ. അല്ല, നമ്മൾ പൊളൈറ്റ് ആയിട്ട് കുഡ് യു പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കുമ്പം könntest du mir bitte ein Glas Wasser geben? അല്ലെ, കുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ എന്നൊക്കെ ചോദിക്കുമ്പോൾ könnten Sie bitte die Tür zumachen. അല്ലെ, könnten എന്ന മൊഡാൽ വെർബ് വന്നുകൊണ്ട് zumachen എന്ന് നമ്മൾ ഒരുമിച്ച് എഴുതും. വെർബ് ലാസ്റ്റ് പൊസിഷൻ. അടുത്ത വുഡ് യു ഗിവ് മി എ ബൈസൈക്കിൾ. പോസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, എഴുതുക. നമുക്ക് വീണ്ടും പ്ലേ ചെയ്യാം. Würdest du mir dein Fahrrad geben? അല്ലേ. നെക്സ്റ്റ്, I would like to have a coffee. എങ്ങനെ വരും? Ich hätte gerne einen Kaffee. അല്ല, ich hätte gerne einen Kaffee അല്ലെങ്കിൽ ich würde gerne einen Kaffee അങ്ങനെയും പറയാം കേട്ടോ. ich hätte ആണ് കുറച്ചുകൂടെ നല്ലത്. Could you help me? Könnten Sie mir helfen? അല്ലെങ്കിൽ könntest du mir helfen? അല്ലെ, ഡു ഫോമിലാണെങ്കിൽ könntest du. You should stay in the bed. പോസ് ചെയ്യുക, എഴുതുക, പ്ലേ ചെയ്യുക. Du solltest im Bett bleiben. അടുത്ത, we could go to the movie. Wir könnten uns Kino gehen. നമുക്ക് പോകാമെന്നാണ്. അപ്പോൾ wir könnten uns നമുക്ക്. We can go എന്നുള്ളതിന് we könnten uns ins Kino gehen. അടുത്ത, I would suggest that you should exercise regularly. ഇതിവിടെ ഇൻസ് ആട്ടോ. ഇൻസ് Kino gehen. Okay, I would suggest that you should exercise regularly. പോസ് ചെയ്യുക, എഴുതുക. Ich würde vorschlagen, dass du regelmäßig bewegen solltest. അല്ലെ, ഡു വരുന്നതുകൊണ്ട് solltest. ഡുവിൻ്റെ വെർബിന് നമ്മൾ ലാസ്റ്റ് പോകും, കാരണം ദസ് എന്നുള്ള ഇത് വന്നേക്കുന്നതുകൊണ്ട്. When I have a lot of money, I could buy a new car. Irrelevant അല്ലേ, കുറേ പൈസ ഉള്ളപ്പോൾ ഞാനൊരു പുതിയ കാർ വേണം. അത് എഴുതുക. Wenn ich viel Geld hätte, könnte ich ein neues Auto kaufen. അടുത്ത, if I have learned more, I could have received good marks. If I would have learned more എന്നും വേണേ പറയാം കേട്ടോ. if I would have. Wenn ich mehr lernte, hätte ich gut Noten bekommen. I would like to play with you when I finish my homework. Wenn ich mein Hausaufgaben fertig, würde ich gerne mit dir spielen. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് എഴുതാം കേട്ടോ. ich würde gerne mit dir spielen, wenn ich meine Hausaufgaben fertig. താഴെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എക്സാമ്പിൾസ്. കുഞ്ഞിറ്റിസ്വ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആദ്യത്തെ നോക്കിയാൽ മതി, ഏതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടി പൊളൈറ്റായിട്ട് അതുപോലെ ഒരു സജഷൻ കൊടുക്കാനും എല്ലാം നമുക്ക് കുഞ്ഞിറ്റിസ്വൈ ഫോമിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക്, ഒരു A2 ലെവലിലേക്ക് നമ്മൾ പോകും. നമ്മൾ ലെറ്ററൊക്കെ എഴുതുമ്പോൾ കൂടുതലും കുഞ്ഞിറ്റിസ്വൈ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ലൈക്ക് ഇപ്പം
ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ക്വൻറ്റസ്റ്റ് മിയർ ഞാൻ കൊണ്ടുവരണോ, സോറി ക്വൻറ്റെ ഇഷ് എന്നുള്ള ചോദിക്കാം അല്ലേ. ഞാൻ കൊണ്ടുവരണോ, അല്ലെങ്കിൽ താങ്കൾ എനിക്ക് വഴി പറഞ്ഞു തരാമോ, ക്വൻറ്റസ്റ്റ് ടു മിയർ ദെൻ വെഗ് എന്താ എർസേലൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ചൂസ്